മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. കോഴിക്കോട് DCC മുൻ പ്രസിഡന്റ് U രാജീവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. മൃതദേഹം 9 മണിക്ക് DCCയിൽ പൊതുദർശനത്തിന് വയ്ക്കും. വിവരങ്ങളുമായി S വിനേഷ് കുമാർ ഒപ്പം ചേരുന്നു. വിനേഷ് കുമാർ, രാവിലെ 2 ദുഃഖവാർത്തകൾ. തലേക്കുന്നിൽ ബഷീർ അന്തരിച്ചു, പിന്നാലെ കേൾക്കുന്നു കോഴിക്കോട് DCC മുൻ പ്രസിഡന്റ് U രാജീവൻ അന്തരിച്ചുവെന്ന്. മറ്റു വിവരങ്ങൾ. കൃഷ്ണരാജ് ഉണിത്രാട്ടിൽ പരേതനായ കുഞ്ഞിരാമൻ നായരുടെയും ലക്ഷ്മി അമ്മയുടെയും മകനായാണ് U രാജീവൻ ജനിച്ചത്. പ്രവർത്തകരുടെ ഏത് ആവശ്യത്തിനും ഓടിയെത്താറുള്ള ഒരു ഊർജ്ജസ്വലനായ ഒരു നേതാവായിട്ട് തന്നെ അദ്ദേഹത്തെ കാണുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനായിരിക്കുമ്പോഴാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. T സിദ്ദീഖ് വൈസ് പ്രസിഡന്റായി പോയ ഒഴിവിലേക്കായിരുന്നു അദ്ദേഹത്തെ പിന്നീട് DCC പ്രസിഡന്റായി അദ്ദേഹം എത്തുന്നത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, സംസ്ഥാന നിർവാഹക സമിതി അംഗം, കൊയിലാണ്ടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ്, KPCC നിർവാഹക സമിതി അംഗം, സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക് എന്നിവയിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, വിഷാരിക്കാവ് ദേവസ്വം മുൻ ട്രസ്റ്റി ചെയർമാൻ, കൊയിലാണ്ടി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തുടങ്ങിയ പദവികളെല്ലാം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കൊയിലാണ്ടി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. 3 തവണ വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ച് UDFന് തുടർച്ചയായി ഇവിടെ വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആൾ തന്നെയാണ് U രാജീവൻ. UDF കൊയിലാണ്ടി നിയോജക മണ്ഡലം ജനറൽ കൺവീനറുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് അർബുദബാധിതനായി ദീർഘകാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. എങ്കിൽ പോലും പൊതുരംഗത്ത് സജീവമായി ഇടപെടുകയും പ്രവർത്തകർക്കൊപ്പം പലപ്പോഴും DCC ഓഫീസിൽ അദ്ദേഹത്തെ കാണാമായിരുന്നു. ക്ഷീണിതനായി തന്നെയായിരുന്നു. ഈ ഇടക്കാലത്ത് അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് പൊതുപ്രവർത്തനം വെച്ചത്. എന്തായാലും 9 മണിയോടുകൂടി കോഴിക്കോട് DCC ഓഫീസിൽ മൃതദേഹം. കോഴിക്കോട് DCC മുൻ പ്രസിഡന്റ് U രാജീവൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു S വിനേഷ് കുമാർ. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com.